ദുഃഖം നിറഞ്ഞ വാർത്തകൾ, സമാധാനമില്ലാത്ത വാർത്തകൾ, ഇടക്കാലാശ്വാസം പോലെ നല്ലൊരു വാർത്ത. ഒരു മനുഷ്യജീവൻ രക്ഷിച്ച നല്ല വാർത്തയാണ്. ഉദയംപേരൂരിൽ ബൈക്ക് അപകടത്തിൽ ഒരു യുവാവിന് പരിക്ക് പറ്റി. അതിദാരുണമായി ചോര ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. മനു എന്ന അസിസ്റ്റന്റ് പ്രൊഫസർ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ അതിലെ കടന്നുപോയി. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ ശുശ്രൂഷിച്ചു. അതേസമയം അതിലെ കടന്നുപോയ ഡോക്ടർ ദമ്പതികൾ തോമസ് പീറ്ററും ദിദിയെയും അടുക്കിലേക്ക് ചെല്ലുകയും ചെറിയൊരു സർജറി, സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ വെച്ചായിരിക്കുമല്ലോ സർജറികൾ ചെയ്യാറ്, അവിടെ വെച്ച് തന്നെ ആ ലിതു എന്ന യുവാവിനെ നൽകി. അദ്ദേഹത്തിൻ്റെ ശ്വാസനാളം തുളച്ച് സ്ട്രോ വേണമെന്ന് അവരാവശ്യപ്പെട്ടു. അതൊരു പേപ്പർ സ്ട്രോയാണ് കിട്ടിയത്. അങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് വളരെ വിജയകരമായി നടത്തി. ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു ലിതു എന്ന യുവാവ്. നാട്ടുകാരെ പ്രശംസിക്കാതെ വയ്യ. നാട്ടുകാർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ആ സമയത്ത് ഓടിപ്പോയി ഈ സർജറിക്ക് ആവശ്യമായ ബ്ലേഡ്, സ്ട്രോ എല്ലാം സംഘടിപ്പിച്ചു. ആ പേപ്പർ സ്ട്രോ മേടിച്ച ആ കടയിലെ ആ ഉടമസ്ഥൻ തന്നെ പോയി അവിടെ ഇവിടെ കലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹം പ്ലാസ്റ്റിക് സ്ട്രോ സംഘടിപ്പിച്ച് സമയത്തിന് എത്തിച്ചു കൊടുത്തു. പിന്നീട് രാത്രി സമയമായതുകൊണ്ട് അവിടുത്തെ നാട്ടുകാരെല്ലാം ലൈറ്റുകളെല്ലാം തെളിച്ചു പിടിച്ചു. അങ്ങനെ എല്ലാ രീതിയിലും സഹായിച്ചിട്ട് ആ യുവാവിൻ്റെ ജീവൻ തിരികെ ലഭിച്ചു. അല്ലെങ്കിൽ അത് അത്യന്തം അപകടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നാണ്. അതിലെന്താണ് ഇത്ര വലിയ കാര്യം എന്നല്ലേ? അത് കാര്യം തന്നെയാണ്. കാരണം ഈ ഡോക്ടർമാർ അവരുടെ വരും വരായികകളെ കുറിച്ച് ചിന്തിക്കാതെയാണ് അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തുനിഞ്ഞത്. എല്ലാവർക്കും അത്ര നല്ല മനസ്സുണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഏതോ ഒരു ഡോക്ടർ ചെയ്ത അനാസ്ഥ, തെറ്റുകൾ കാരണം മറ്റൊരു ഡോക്ടർക്ക് ജീവൻ നഷ്ടമാവുന്ന രീതിയിൽ അപകടപ്പെടുത്തിയ ഒരു വ്യക്തി. ഇങ്ങനെ പല വാർത്തകൾ വരുന്നതുകൊണ്ട് ഡോക്ടർമാർ ഒരുപക്ഷെ ഇങ്ങനത്തെ അപകടങ്ങൾ നടന്നാൽ ഒന്ന് എത്തി നോക്കണമെന്നോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഇവർ ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഇവിടെയാണ് ഡോക്ടർമാരുടെ വില മനസ്സിലാവുന്നത്. ഒന്നോ രണ്ടോ ഡോക്ടറുടെ അനാസ്ഥ മൂലം ചില രോഗികളുടെ ജീവൻ പൊലിഞ്ഞു. പക്ഷേ എല്ലാ ഡോക്ടർമാരും അങ്ങനെ ആകണമെന്നില്ലല്ലോ. നമ്മൾ ഡോക്ടർമാരെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ സേവനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാടുണ്ടാകും. ഇതിനെ രക്ഷിക്കാനായി പോലീസുകാരും അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്തു എന്നാണ്. ഒത്തൊരുമയോടെ ഒരു ജീവൻ രക്ഷിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നു, കട്ടപ്പനയിൽ ഒരു KSRTC താൽക്കാലിക ജീവനക്കാരന് ഹൃദയാഘാതമുണ്ടായി കുഴഞ്ഞു വീണിട്ട് അടുത്ത ഒരു കടയിലെ ഒരു സ്ത്രീ വന്ന് പലരോടും അലഞ്ഞ് തിരിഞ്ഞ് കേണപേക്ഷിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ആ കുട്ടിയുടെ ആയുസ്സിൻ്റെ ബലമോ ആരുടെ മാതാപിതാക്കളുടെയോ വീട്ടുകാരുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കാം ഒരുപക്ഷെ ആ യുവാവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. യുവാക്കളുടെ ജീവൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പൊലിയുന്നത് വാഹനാപകടങ്ങളിലായിരിക്കാം. ആ സ്ഥാനത്താണ് ആ യുവാവിന് ജീവൻ തിരിച്ചു കിട്ടിയത്. അവരുടെ മനസ്സ് നല്ലതെന്ന് പറയാൻ കാര്യം, ആ രോഗിക്ക് അവരെ അത്രയും കഷ്ടപ്പെട്ട് ശുശ്രൂഷ നൽകിയിട്ട് ഒരുപക്ഷെ ജീവൻ കിട്ടിയില്ലെങ്കിലോ പിന്നീട് അവർക്ക് എന്തെല്ലാം പഴികൾ കേൾക്കേണ്ടി വരും. പിന്നീട് അവർക്ക് ഇല്ലാത്ത കുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ദൈവവും അവരുടെ ഒപ്പം നിന്നു. ആ ഡോക്ടർ ദമ്പതികളും ജോലി ചെയ്യുന്നവരാണ്. അവർ കുടുംബസമേതം യാത്ര ചെയ്യുകയായിരുന്നു ഈ അപകടം നടക്കുമ്പോൾ. വേണമെങ്കിൽ അവർക്ക് ആരോ ഒരാൾ എന്ന് എഴുതി തള്ളി പോകാമെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്തെ അവസ്ഥകളൊക്കെ ഓർക്കുമ്പോഴും വരുവരായികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. പക്ഷേ അവരതിന് തുനിയാതെ സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെ ആ ലിതിൻ എന്ന യുവാവിനെ ശുശ്രൂഷിച്ചു. ആ ഡോക്ടർമാർക്കെല്ലാം ബിഗ് സല്യൂട്ട്. ഡോക്ടർ ദമ്പതികളുടെ അഭിമുഖത്തിൽ കണ്ടു, പേപ്പർ സ്ട്രോ ആയതുകൊണ്ട് പേടിയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും പരമാവധി അവർ ആ ജീവൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു. സമയോചിതമായി നാട്ടുകാർ അവർ ഓടിപ്പാഞ്ഞവിടെ ഡോക്ടർമാരെ ആവശ്യപ്പെട്ടതെല്ലാം സംഘടിപ്പിച്ചു കൊടുത്തു. നാട്ടുകാർക്കും നല്ല മനസ്സ്. ഇതൊരു വലിയ ന്യൂസ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴത്തെ കാലത്ത് സ്വന്തം രക്തബന്ധങ്ങളെ തല്ലിക്കൊല്ലുവാണ്. ആ സ്ഥാനത്താണ് ഈ ഡോക്ടർമാർ ആരോ ഒരാളെ സ്വന്തം ഒരാളായി പരിഗണിച്ച് ശുശ്രൂഷിച്ച് ജീവൻ തിരികെ കൊടുത്തു.